എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 3 വയസ്സുള്ള ഒരു കുട്ടീന്റെ അളവിൽ ചെയ്യുന്ന ഒരു പട്ടുപാവാടന്റെ ബ്ലൗസ് ആണ്. തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്നത് പോലെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു 3 വയസ്സുള്ള കുട്ടിക്ക് ബ്ലൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3/4 മീറ്റർ എടുത്താൽ മതിയാവും. കാരണം അത് സെയിം ക്ലോത്ത് തന്നെയാണ്. എന്നിട്ട് ഒരു ഭാഗം മാത്രം അവർ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ കാഴ്ചയിൽ ഒരു അഗ്രഹ മോഡൽ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു 2 ഡിഫറെന്റ് ആയിട്ടുള്ള, അതായത് എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് ഒരു പ്ലെയിൻ ക്ലോത്തും ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ക്ലോത്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ക്ലോത്ത് നിങ്ങൾ തീർത്ത് എക്സ്ക്യൂസ് ചെയ്യുക, കാരണം എല്ലാ ക്ലോത്തും കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഓണത്തിനോടനുബന്ധിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ക്ലോത്ത് നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക കേട്ടോ. അതെങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് പാറ്റേൺ വരയ്ക്കാം. ഞാനിവിടെ ലൈനിങ് ഒന്നും ഇല്ലാണ്ടാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ക്ലോത്ത് ഇല്ല എന്ന്. ലൈനിങ് ഒന്നും ഇല്ലാണ്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം ഒന്ന് പാറ്റേൺ വരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ ലൈനിങ്ങിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈനിങ്ങിൽ വരച്ചാൽ മതി കേട്ടോ. അത് 5 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. അവിടെ നേരെ താഴോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ 5 ഇഞ്ച് നമ്മൾ ആം ഹോളിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ യോജിപ്പിച്ച് വരച്ചിട്ടുണ്ട്. ചെസ്റ്റ് വിഡ്ത്ത് ആയിട്ട് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ കുട്ടി ആയതുകൊണ്ട് 2 ഇഞ്ചൊന്നും സീം അലവൻസ് കൊടുക്കണ്ട, കാരണം അത്രയും സീം അലവൻസ് ഇങ്ങനെ ആം ഹോളിന്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ കുട്ടികൾക്ക് അത് അൺകംഫർട്ടബിൾ ആയിരിക്കും. അതുകൊണ്ടൊരു 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു മാക്സിമം പോയൊരു 1.5 ഇഞ്ചൊക്കെ സീം അലവൻസ് കൊടുത്താൽ മതി. അപ്പൊ ഞാനൊരു 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. ബേസ് ലെങ്ത് ആയിട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടേക്കുള്ള വിഡ്ത്ത് ആയിട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയും 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ബോട്ടം വിഡ്ത്ത് ആയിട്ട് മുകളിൽ മാർക്ക് ചെയ്ത 5.5 തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. അവിടെയും 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ യോജിപ്പിച്ച് വരച്ചിട്ടുണ്ട്. ആം ഹോൾ കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. സ്ലീവ്ലെസ് ആയതുകൊണ്ട് ആം ഹോളെ വരയ്ക്കുന്നുള്ളൂ. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒന്നും വേറെ വേറെ വരയ്ക്കുന്നില്ല കേട്ടോ. നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനൊരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കുട്ടിക്ക് എത്രയാണ് നെക്ക് വിഡ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ 2.25 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റ് നമ്മൾ നേരത്തെ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. നമ്മൾ മാർക്ക് ചെയ്ത അളവ് പ്രകാരം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാനിപ്പോ ഇവിടെ ഒരു പേപ്പറിലാണ് പാറ്റേൺ വരച്ചത് എന്ന് പറഞ്ഞു. ഈ പേപ്പറിന്റെ ലെങ്ത് ആയിട്ട് വരുന്നത് 11.5 ഇഞ്ചാണ്. അപ്പം എക്സ്ട്രാ വരുന്ന ലെങ്ത് നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ കൂട്ടി കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോ ഇത് റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഉള്ള പീസുകളൊക്കെ കട്ട് ചെയ്യാം. എങ്ങനെയാന്നുള്ളത് കാണിക്കാം. ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും വേറെ വേറെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്, കാരണം ബാക്കിലാണ് ഓപ്പണിംഗ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ ആദ്യം ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. 2 ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗം എനിക്ക് നേരെ പാരലൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ലെവൽ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക കേട്ടോ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലോത്ത് തെന്നിയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈൻ വരച്ചിട്ട് അതിനൊന്ന് ലെവൽ ചെയ്തെടുക്കുക. അതിനുശേഷം എത്രയാണോ നിങ്ങൾക്ക് സീം അലവൻസ് വേണ്ടത്, അതായത് ബാക്കിൽ നമ്മൾ ഹൂക്ക് വഴിയും കൊടുക്കാൻ എത്രയാണോ സീം അലവൻസ് വേണ്ടതെന്ന് വെച്ചാൽ ആ സീം അലവൻസ് വിടുക. ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ മുകളിൽ നിന്ന് താഴെ വരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇവിടെ വൈറ്റ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് ചോക്ക് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. കാരണം വൈറ്റിൽ നമ്മൾ വേറെ കളർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അയൺ ചെയ്താൽ പോകുന്ന ടൈപ്പിലുള്ള ചോക്കുകളൊക്കെ അവൈലബിൾ ആണ്. എന്നാലും അത് വെച്ച് വരയ്ക്കുന്നതിനേക്കാൾ എപ്പോഴും എനിക്ക് ഇതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് തന്നെ വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആദ്യം ഒരു 1/2 ഇഞ്ചിൽ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ ലൈനിന്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ പാറ്റേൺ വെച്ച് കൊടുക്കുക. എന്നിട്ട് പാറ്റേണിൽ ഞാൻ പറഞ്ഞു 11.5 ഇഞ്ചാണ് ലെങ്ത് എന്ന്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് എക്സ്ട്രാ വേണ്ടത്, അതായത് നിങ്ങൾക്ക് ടോപ്പിന് എത്രയാണോ എക്സ്ട്രാ ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത് എന്ത് ചെയ്യുക, ഈ ക്ലോത്തിൽ എടുക്കുക കേട്ടോ. നമുക്ക് റെഫറൻസിന് തന്നിട്ടുള്ള ഫോട്ടോയിൽ താഴ്ഭാഗം കുറച്ച് വീതിയിൽ മടക്കിയിട്ടാണ് ഉള്ളത്. അപ്പൊ അതേപോലെ വീതിയിലാണ് നിങ്ങൾക്ക് മടക്കേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ എടുക്കുന്ന സീം അലവൻസിനേക്കാളും ഒരു 1 ഇഞ്ച് എക്സ്ട്രാ അതിന് വേണ്ടിയിട്ട് കൂട്ടിയെടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഞാനിവിടെ ഒട്ടാകെ 13 ഇഞ്ചാണ് ലെങ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത്. തയ്ച്ചു കഴിയുമ്പോൾ നമുക്കൊരു 11 ഇഞ്ചിന്റെ ടോപ്പ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. കാരണം ഒരു ക്രോപ്പ് ടോപ്പ് പോലെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിൽ കൂടുതൽ ലെങ്ത് വേണമെങ്കിൽ നിങ്ങൾ അതിൽ കൂടുതൽ എത്രയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. എങ്ങനെയാണോ നമ്മുടെ പാറ്റേൺ എന്ന് വെച്ചാൽ ആ പാറ്റേൺ പ്രകാരം ഒന്ന് കട്ട് ചെയ്യുക. ബാക്കിലെ പീസും ഫ്രണ്ടിലെ പീസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ നമ്മൾ സെന്റർ കട്ട് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് 2 പീസിൽ എക്സ്ട്രാ ഉണ്ടാവും എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. ഇതുപോലെ നമ്മൾ ഒരു 1/2 ഇഞ്ച് നമുക്ക് ഹൂക്കും അയ്യും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പീസിന് സീം അലവൻസ് എക്സ്ട്രാ വിടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമ്മുടെ സ്റ്റിച്ച് പെർഫെക്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. 3 ഇഞ്ച് ഇറക്കത്തിൽ വീനെക്കാണ് വരയ്ക്കുന്നത്. ഈ വീനെക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ ഭാഗത്ത് എത്തുന്ന സമയത്ത് അതേ വീനക്ക് താഴേക്ക് ഇങ്ങനെ ഇറക്കി കട്ട് ചെയ്യാണ്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആ ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ടിലേക്കുള്ള പീസ് എടുക്കാം. ഫ്രണ്ടിലേക്കുള്ള പീസ് ഇതേപോലെ ക്ലോത്ത് 2ആക്കി മടക്കി കൊടുക്കുക. അവിടെ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ബാക്കിൽ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തും അതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് കഴിഞ്ഞിട്ടുള്ള ലൈനിന്റെ മുകളിലാണ് പാറ്റേൺ വെച്ചു കൊടുത്തത്. ഇവിടെ നമ്മൾ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് വേണം പാറ്റേൺ വെക്കാൻ.
ബാക്കിലേക്ക് എത്രയാണോ ലെങ്ത് എടുത്തത് അത്ര തന്നെ ലെങ്ത് വേണം ഫ്രണ്ടിലെ പീസിനും എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് പാറ്റേൺ വെച്ച് കൊടുക്കുക, അളവ് പ്രകാരം കട്ട് ചെയ്യുക, നെക്കും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പീസിന്റെ സെയിം അളവിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഓവർലാപ്പ് ചെയ്യുന്ന പീസും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾ സെയിം ക്ലോത്ത് തന്നെയാണ് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 മടക്കിയിട്ട് വെച്ചിട്ട് അതിന്റെ മുകളിൽ പാറ്റേൺ വെച്ചിട്ട് ഒന്നിച്ച് കട്ട് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ 2 പ്രാവശ്യമായിട്ട് കട്ട് ചെയ്തെടുക്കുക. എങ്ങനെയാണോ നിങ്ങൾക്ക് എളുപ്പം എന്ന് വെച്ചാൽ അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്ക് ഓവർലാപ്പ് ചെയ്യുന്ന പീസ് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലോത്ത് ഇതേപോലെ നിവർത്തി വെച്ചിട്ടുണ്ട്. വലത് ഭാഗത്തുനിന്ന് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. റെഫറൻസിന് തന്നിരിക്കുന്ന ഫോട്ടോയില് അവർ കൊടുത്തിരിക്കുന്ന വീനക്ക് അതുപോലെ തന്നെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഓവർലാപ്പ് ചെയ്ത് വരുന്ന രീതിയിലാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഈ 3 ഇഞ്ചാണ് നെക്കിന്, ഫ്രണ്ടിലെ നെക്കിനും ബാക്കിലെ നെക്കിനും 3 ഇഞ്ച് തന്നെയാണ് ഇറക്കം എടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലെ നമ്മൾ 3 ഇഞ്ച് ഇറക്കിയിട്ടുള്ള ആ ഒരു വീനക്ക് നമുക്ക് അതേപോലെ താഴോട്ടേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, നമുക്ക് താഴെ വരെ കിട്ടുന്നില്ല. അതായത് ആ ഒരു വി ഷേപ്പ് അതേപോലെ നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ 1 ഇഞ്ചും കൂടി നെക്ക് ഒന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിലേക്കുള്ള നെക്ക് 4 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ടാണ് ഈ താഴേക്ക് ഇതേപോലെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് റെഫറൻസിന് തന്നിട്ടുള്ള ഫോട്ടോയിൽ അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടിക്ക് അത്രയും ഇറക്കം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആ 1 ഇഞ്ച് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ എത്ര വരെയാണോ കിട്ടുന്നത് അതുവരെ ആ ഒരു ഷേപ്പ് അങ്ങനെ എടുത്തിട്ട് ബാക്കി സ്ട്രെയിറ്റ് ആയിട്ട് അഗ്രഹാം മോഡൽ ചെയ്യണ പോലെ ചെയ്താലും ഒരു കുഴപ്പമില്ല. ഇപ്പൊ അതല്ല, നിങ്ങൾ ഫ്രണ്ടിലും 4 ഇഞ്ച് ഇറക്കം ബാക്കിലും സെയിം അതേപോലെ തന്നെ 4 ഇഞ്ച് ഇറക്കമാണ് നിങ്ങൾക്ക് കൊടുക്കാൻ, അതായത് ഫ്രണ്ടിലെ നെക്കിന്റെ അത്ര തന്നെ ഇറക്കം നിങ്ങൾ ബാക്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് തന്നിട്ടുള്ള റെഫറൻസ് ഫോട്ടോയിൽ ഫ്രണ്ടിലുള്ള അതേ ഇറക്കം തന്നെയാണ് ബാക്കിലും ഉള്ളത്. അപ്പൊ അത്ര തന്നെ ഇറക്കമാണ് നിങ്ങൾ ബാക്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഷോൾഡർ ആദ്യം തന്നെ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ ഷോൾഡർ കുറച്ച് മാർക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ കുട്ടിക്ക് അത് ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി പോവാതിരിക്കുകയുള്ളൂ കേട്ടോ. ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങളും നെക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എത്രത്തോളം നെക്ക് ഇറക്കി കൊടുക്കുന്നോ അത്രത്തോളം വീനക്ക് കാണാൻ ഭംഗിയായിരിക്കും. കുട്ടിക്ക് അത് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. അപ്പൊ അത്ര ഇറക്കണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ 3 ഇഞ്ച് തന്നെ കൊടുക്കുക. ഷേപ്പ് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ വീനക്ക് ഞാൻ ഇതേപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് താഴോട്ടേക്ക് വരച്ചിട്ടുണ്ട്. എന്നിട്ട് താഴേന്ന് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് താഴ്ഭാഗം കുറച്ച് വീതിക്കാണ് നമ്മൾ മടക്കി തയ്ക്കുന്നത്. അപ്പൊ ആ ഭാഗത്ത് നമുക്ക് ഈ ആംഗിൾ ആയിട്ടുള്ള ഷേപ്പ് വേണ്ട. അപ്പൊ അതുകൊണ്ടാണ് അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, ഒട്ടാകെ ഒരു 2.5 ഇഞ്ചാണ് നമുക്ക് ബാക്കി ബാലൻസ് ഉള്ളത്. അതായത് നമ്മൾ ഈ വരച്ചിട്ടുള്ള ലൈൻ കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് 2.5 ഇഞ്ചാണ് കിട്ടുന്നത്. ഈ 2.5 ഇഞ്ചിൽ 1.5 ഇഞ്ച് നമ്മുടെ സീം അലവൻസ് ആണ്. പിന്നെ 1 ഇഞ്ച് മാത്രമേ നമുക്ക് ഈ ഫ്രണ്ടിലെ പീസ് ഓവർലാപ്പ് ചെയ്ത് വന്ന് നിൽക്കുന്നു കഴിഞ്ഞാൽ ബാക്കിലുള്ള പീസ് ആകെ 1 ഇഞ്ച് മാത്രമേ കാണുള്ളൂ. നമ്മൾ തയ്ച്ചൊക്കെ വരുമ്പോൾ മാക്സിമം പോയ 1.25 ഇഞ്ച് അത്രയൊക്കെ കാണുള്ളൂ. എങ്ങനെയാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റി മറിച്ചൊക്കെ ചെയ്യാം. മെത്തേഡ് ഇതാണ്. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലൈനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അളവ് പ്രകാരം ഒക്കെ ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ ലൈനിങ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആം ഹോളും നെക്കും ഒക്കെ ലൈനിങ്ങിന്റെ ഉള്ളിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അത് എങ്ങനെയാ ചെയ്യാന്നുള്ള വീഡിയോസ് നമ്മൾ ഈ ഒരു ഓണത്തിനോടനുബന്ധിച്ചിട്ട് ഒരുപാട് വീഡിയോസിൽ ലൈനിങ്ങിന്റെ ഉള്ളിൽ തന്നെ എങ്ങനെയാണ് നെക്കും ആം ഹോളും ഒക്കെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഐക്കാർഡിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഇനി ലൈനിങ് ഇല്ലാണ്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് കാണിക്കാം. ഇതേപോലൊരു വി ഷേപ്പ്, അതായത് എങ്ങനെയാണോ നമ്മുടെ നെക്ക് അതേപോലെ ഒരു നെക്കിന്റെ പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു പീസ് വെച്ച് കൊടുക്കുക. എങ്ങനെയാണോ നെക്കിന്റെ ഷേപ്പ് എന്ന് വെച്ചാൽ അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക, മറിച്ചിട്ട് പതിച്ചടിക്കുക. ഇനിയിപ്പോൾ നമ്മളിതൊരു പീസ് വെച്ചിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് പേപ്പർ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഓവർലാപ്പ് ചെയ്യുന്ന പീസിലേക്ക് വരാം. ഇവിടെ നമുക്ക് കുറച്ച് ഭാഗം ഇങ്ങനെ ആംഗിൾ ആയിട്ടും പിന്നെ കുറച്ച് ഭാഗം സ്ട്രെയിറ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ ഒരു പീസ് വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്രോസ് പീസ് തന്നെ നിർബന്ധമായിട്ടും എടുക്കുക. ഒരു 2 ഇഞ്ച് വിടുത്തുള്ള ക്രോസ് പീസ് എടുക്കുക, അല്ലെങ്കിൽ 1.5 ഇഞ്ച് വിടുത്തുള്ള ഒരു ക്രോസ് പീസ് എടുക്കുക. അതിന് 2 മടക്കി കൊടുക്കുക. നല്ല വശത്തിന്റെ മുകളിൽ ഈ ക്രോസ് പീസ് വെച്ചിട്ട് എങ്ങനെയാണോ നമ്മുടെ ഷേപ്പ് എന്ന് വെച്ചാൽ ആ ഷേപ്പ് മിസ്സായി പോവാണ്ട് അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക, മറിച്ചെടുക്കുക, പതിച്ചടിക്കുക. സെയിം ഇതേപോലെ തന്നെ നിങ്ങൾ ബാക്കിലേക്കുള്ള നെക്കും ചെയ്യണം. പിന്നെ ബാക്കിലെ നെക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ
അതിലേക്ക് ഹൂക്കും മയ്യും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പട്ടിയും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതെങ്ങനെയാ ചെയ്യാന്നുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കൂ ട്ടോ. ഞാൻ ബാക്ക് പീസ് ഇവിടെ കാണിക്കുന്നില്ല, ഫ്രണ്ട് പീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇനി ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ നമ്മൾ ഓവർലാപ്പ് ചെയ്യുന്ന പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു വീനക്ക് ഉണ്ടല്ലോ, ആ വീനക്ക് രണ്ടിന്റെയും സെയിം ഒരേപോലെ വെച്ചിട്ട് അത് താഴേക്ക് ഇങ്ങനെ കറക്റ്റ് ആക്കി വെക്കുക. ചുളിവുകൾ ഇല്ലാതെ വെക്കുക. പിൻകുത്തി കൊടുക്കണമെങ്കിൽ പിൻകുത്തി കൊടുക്കുക. എന്നിട്ട് ആ നെക്കിന്റെ ആ ഭാഗം മുതൽക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. അതായത് ഒരു 2 ഇഞ്ച് വരെ ആംഗിൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആ 2 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. എങ്ങനെയാണോ നമ്മുടെ ഷേപ്പ്, അതായത് ആ ഓവർലാപ്പ് ചെയ്തിരുന്ന പീസിൽ ഇരിക്കുന്ന ഷേപ്പ് എങ്ങനെയാണോ ആ ഷേപ്പ് അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക. നേരത്തെ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിന്റെ മുകളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇളകി പോകുന്നൊന്നുമില്ല. ഈ രീതിയിലാണ് ഉണ്ടാവുക. ഇനി നിങ്ങൾ ഈ ഒരു സമയത്ത് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞു ഞാൻ ബാക്കിലെ പീസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ ഷോൾഡർ ഒന്നും ജോയിൻ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ ഈ ഒരു സമയത്ത് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്രോസ് പീസ് തന്നെ നിർബന്ധമായിട്ട് എടുക്കുക കേട്ടോ. ഒരു 1.5 ഇഞ്ച് വിടുത്തുള്ള ക്രോസ് പീസ് എടുക്കുക. എന്നിട്ട് നല്ല വശത്തിന്റെ മുകളിൽ ഈ ആം ഹോളിന്റെ ഭാഗത്ത് ഈ ക്രോസ് പീസ് വെച്ചിട്ട് മൊത്തമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് രണ്ട് ഭാഗം സെയിം ഇതേപോലെ തന്നെ ആം ഹോളിന്റെ ഭാഗത്ത് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്തിട്ട് മറിച്ചിട്ട് പതിച്ചടിക്കുക. പതിച്ചടിക്കുന്ന സമയത്ത് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന പീസ്, അതായത് നമ്മൾ ഈ ക്രോസ് പീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പൈപ്പിംഗ് പോലെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന റെഫറൻസ് ഫോട്ടോയിൽ അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഞാൻ പതിച്ച് ഉള്ളോട്ടേക്ക് കാണാത്ത രീതിയിൽ അടിച്ചിരിക്കുകയാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് സൈഡ് ജോയിൻ ചെയ്യാന്നുള്ളതാണ്. സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷം താഴ്ഭാഗം മടക്കി തയ്ക്കാം. ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഫോട്ടോയിൽ കുറച്ച് വീതിക്കാണ് താഴ്ഭാഗം മടക്കി തയ്ച്ചിട്ടുള്ളതെന്ന്. അപ്പൊ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഒരു 1/2 ഇഞ്ചിൽ മടക്കുക. അതിനുശേഷം ഒരു 1 ഇഞ്ച് വിടത്തിൽ ഇതേപോലെ കുറച്ച് വീതിക്കൊന്ന് താഴ്ഭാഗം മടക്കി തയ്ക്കാം. ഞാൻ ഇതേപോലെ തയ്ച്ചിട്ടുണ്ട്. ഞാൻ ബാക്കിലേക്കുള്ള പീസ് ചെയ്തിട്ടില്ല, ഫ്രണ്ടിലുള്ള പീസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ബാക്കിലെ പീസിൽ ഹൂക്കും അയ്യോ എങ്ങനെയാ കൊടുക്കാൻ, അതിന്റെ പട്ടി എങ്ങനെയാ കൊടുക്കാന്ന് അറിയില്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബോ എങ്ങനെയാ ചെയ്യാന്നുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് വീഡിയോസ് ആയിട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കാം. സെയിം ക്ലോത്ത് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ക്ലോത്ത് ഓവർലാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ബാക്ക് പീസും കൂടി ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്